പി ആർ അരുൺ, നിങ്ങൾ വലിയ പരാജയം ഏറ്റുവാങ്ങിക്കുന്നു. വലിയ പരാജയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 24 സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ നമ്പർ കണ്ടിട്ട്. പക്ഷേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും വലിയ തിരിച്ചടിയെ അഭിമുഖീകരിക്കുകയാണ്. കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ജയിക്കുമോ ഇല്ലയോ എന്നൊരു ഉറപ്പുമില്ല. അദ്ദേഹം 500 വോട്ടിനെങ്കിലും ഇപ്പോൾ പിന്നിലാണ്. ഒപ്പം അതിഷി മർലേന എന്ന മുഖ്യമന്ത്രി 10,000 വോട്ടിന് പിന്നിലാണ്. ഒപ്പം നിങ്ങളുടെ സോംനാഥ് ഭാരതി 3,362 വോട്ടിന് പിന്നിലാണ്. എന്ന് വെച്ചാൽ ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെയും തിരസ്കരിക്കുന്നു, അയാളുടെ പാർട്ടിയെയും തിരസ്കരിക്കുന്നു എന്നാണ്. ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വിശ്വാസ്യത തെളിയിച്ച് തിരിച്ചു വരും എന്ന് പ്രഖ്യാപിച്ച കെജ്രിവാൾ സമ്പൂർണ്ണമായി അസ്തമിക്കുകയാണോ അരുൺ? ഒരിക്കലുമല്ല. ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ അധികാരത്തിൽ വന്നത് അധികാരത്തിലിരുന്ന് അത് ആസ്വദിക്കാനല്ല, ഇവിടുത്തെ വ്യവസ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 തവണ ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിക്കുമ്പോൾ അവിടെ അത്തരം വ്യവസ്ഥിതികൾ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജനങ്ങൾക്കൊരു ക്ഷേമരാഷ്ട്രം നിർമ്മിക്കാനുള്ള തത്രപ്പാടിൽ വളരെയേറെ ബി ജെ പി നേതാക്കളിൽ നിന്ന് നേരിടുന്ന ദുരനുഭവങ്ങൾക്കിടയിൽ നിന്ന് ഡൽഹിയെ കരപിടിച്ച് കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ വന്നതിന് ശേഷം മാത്രമാണ് ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഫ്രീബീസ് എന്ന് വിളിക്കുമ്പോൾ അവർ നമുക്ക് പറയുന്നത് ഫ്രീബീസ് അല്ല, ജനങ്ങളുടെ അവകാശമാണ് നമ്മൾ കൊടുക്കുന്നത്. ജനങ്ങൾക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ തിരിച്ച് അവരിലേക്ക് എത്തിക്കുകയാണ്. അവരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് അത് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഫ്രീബീസ് എന്ന പേരിൽ ഇത്രയും നാൾ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും ഇതൊരു പോരാട്ടം തന്നെയാണ്. ഇന്ന് ഈ ഒരു നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് പിന്നിലാണെങ്കിൽ തന്നെ ഇന്ന് നമുക്കിപ്പോഴും ചെറിയ ആത്മവിശ്വാസം ഒട്ടും കൈവിട്ടില്ല. കാരണം ഡൽഹിയിലെ ജനങ്ങൾ ഒരിക്കലും ആം ആദ്മി പാർട്ടിയെ കൈവിടില്ല എന്നൊരു വിശ്വാസം ഇപ്പോഴും നമുക്കുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ 10-15 ദിവസങ്ങളായി ഞങ്ങൾ ഡൽഹിയിൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉയർന്ന ശബ്ദം ആം ആദ്മി പാർട്ടിയുടെ മാത്രം ശബ്ദമായിരുന്നു. മുഴുവൻ ജനങ്ങളും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഒരു കാലം, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടുവന്നതാണ്, ഇത്രയും നാൾ കണ്ടതാണ് ഈ ഒരു സേവനത്തെക്കുറിച്ച്. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായ ഈ ഒരു മാറ്റം അത് കൃത്യമായി നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് പോയിന്റ്സുകൾ നമ്മുടെ മുമ്പിൽ ഓൾറെഡി ഉണ്ട്. കാരണം അതിനെല്ലാം നമ്മൾ പറയാൻ കാരണം വോട്ടർ പട്ടികയിലുള്ള ഈ ഒരു ചെറിയ തിരിമറി ആദ്യം തന്നെ അരവിന്ദ് കെജ്രിവാളും അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഇലക്ഷൻ കമ്മീഷനും ഈ ഒരു പരാതി നൽകിയതാണ്. ആ പരാതി പോലും മുഖവിലയ്ക്ക് എടുക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് വോട്ടെണ്ണി തീരുമ്പോൾ ഒരു വലിയ പരാജയം ആം ആദ്മി പാർട്ടിക്ക് സംഭവിക്കില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ എന്നാലും അരുൺ നോക്കൂ, ഈ മദ്യനയ അഴിമതി കേസിൽ നിങ്ങളെ വ്യാജമായി ഉണ്ടാക്കി വേട്ടയാടി പിടിക്കുകയാണ്. അതിന് ജനം വലിയ മറുപടി കൊടുക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ട് ജനത്തിന് അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി തെരുവിലിറങ്ങാനോ മറുപടി കൊടുക്കാനോ തോൽപ്പിക്കാനോ BJP ഒരു താല്പര്യമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ജയിച്ചില്ല, ഞങ്ങൾ ആരോഗ്യകരമായ ഒരു നമ്പർ നിലനിർത്തും എന്നൊന്നും പറഞ്ഞാൽ പോരല്ലോ. ഇത് നിങ്ങൾക്ക് സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ പാർട്ടിയെ, അരവിന്ദ് കെജ്രിവാളിനെ, മനീഷ് സിസോദിയെ, സത്യേന്ദ്ര ജെയിനെ, ഇവരെല്ലാവരും പിടിച്ച് ജയിലിലിടുന്ന ഈ സർക്കാരിൻ്റെ വേട്ടയാടൽ നയത്തിനെതിരായിട്ട് ഡൽഹിയിലെ ജനങ്ങൾ അണിനിരക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് 500 വോട്ടിന് പിന്നിൽ നിൽക്കുന്നു. 4 മണിക്കൂറിലും അരവിന്ദ് കെജ്രിവാൾ എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്ന കോസിനോട്, രാഷ്ട്രീയ ആശയത്തോട് ജനങ്ങൾക്ക് ഈ പറയുന്ന പഴയ മമതയൊന്നും ഇപ്പം ഇല്ല. അദ്ദേഹം ഈ അഴിമതി കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് അണിനിരക്കണം എന്നൊരു ഫീൽ ജനങ്ങൾക്കില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കൃത്യമായി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കൃത്യമായി പറയാൻ സാധിക്കില്ല. കാരണം ഡൽഹി ജനങ്ങളിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ ഒരു റെസ്പോൺസിൻ്റെ ഭാഗമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഡൽഹി ജനത ഇന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെ തന്നെ ഉണ്ട്. കാരണം അവർക്ക് കിട്ടിക്കൊണ്ടുവന്ന സേവനങ്ങൾ ഇല്ലാതാക്കാൻ അവർ തയ്യാറാകുന്നില്ല. അവർക്ക് കിട്ടിക്കൊണ്ടുവന്ന സേവനങ്ങൾ ഇല്ലാതെ വാഗ്ദാനങ്ങളിലേക്ക് ഒരിക്കലും ഡൽഹി ജനത പോവില്ല. ഇത് കൃത്യമായ അജണ്ട BJP സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അജണ്ടയാണ്. അത് കൃത്യമായി വരും ദിവസങ്ങളിൽ നമ്മൾ അത് കൃത്യമായി അനലൈസ് ചെയ്ത് അതിൻ്റെ പോയിന്റ് കൃത്യമായി പറയും. ഈ ഒരു സാഹചര്യത്തിൽ അത് തൽക്കാലം വെളിപ്പെടുത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. കുറച്ച് കഴിയട്ടെ, മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളത് കൃത്യമായി പറയും ഏത് കാരണത്താലാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി നമ്മുടെ ഭാഗത്തുനിന്ന്. അല്ല, ഏത് കാരണം വെച്ചാൽ രാഷ്ട്രീയ കാരണങ്ങളാണെങ്കിൽ പറയാൻ ദിവസങ്ങൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളത് മറച്ചു വെക്കുന്ന സംഗതി എന്താണ്? മറച്ചു വെക്കുന്ന എന്തോ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ തട്ടിപ്പ് നടന്നു എന്ന മട്ടിലാണോ? ഇല്ല, രാഷ്ട്രീയ കാരണങ്ങളല്ല. അതിൽ കുറെ പ്രശ്നങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായി വോട്ട് ബേസിനകത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. നോക്കൂ അരുൺ, ഇതിനകത്തൊരു കാര്യമുള്ളത്, നിങ്ങൾ ആളുകൾ മുഴുവൻ നിങ്ങൾക്ക് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ആളുകൾക്കല്ല വികാരം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. അതിനകത്ത് ചില ക്രമക്കേടുകൾ BJP കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയതെന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്.